അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ച. തെറ്റുകൾ തനിക്കും സംഭവിച്ചിട്ടുണ്ടാകാമെന്നും താൻ ദൈവമല്ല മനുഷ്യനാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. പല വിഷയങ്ങളിലും തുറന്നു സംസാരിച്ച തന്റെ ആദ്യ പോഡ്കാസ്റ്റാണിതെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രനെ അന്ത്യാഞ്ജലി നൽകാനൊരുങ്ങി നാട്. ജയചന്ദ്രന്റെ ഭൗതികദേഹം തൃശൂരിലെ സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിനെത്തിച്ചു. പ്രിയ ഗായകനെ അവസാനമായി കാണാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിഹാസ ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ ജീവിതമായിരുന്നു ജയചന്ദ്രന്റേതെന്ന് അദ്ദേഹം അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. വ്യത്യസ്ത ഭാഷകളിലായി അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ വരും തലമുറകളുടെ ഹൃദയങ്ങളെയും സ്പർശിക്കും. ജയചന്ദ്രന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ടെന്നും കുടുംബത്തിന്റെയും ആരാധകരുടെയും വിഷമത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ജനുവരി 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വാക്കാൽ നിർദ്ദേശം നൽകി കോടതി. വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും MLA IC ബാലകൃഷ്ണന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. ജാമ്യഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചു. എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യം ആണുള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേയെന്നും ആരാഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസെടുത്തത്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധയാ കേസെടുത്തതെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം. വയനാട് കോൺഗ്രസിൽ വൻ പ്രതിസന്ധി. പ്രബലരായ 2 നേതാക്കൾ പ്രതികളായതോടെ ജില്ലയിലെ പാർട്ടി പ്രതിസന്ധിയിലായി. രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയിലാണ് DCC ഓഫീസ്. പ്രതിസന്ധി കടുക്കുമ്പോഴും ഒരു വിഭാഗം പ്രതിരോധിക്കാതെ മാറി നിൽക്കുകയാണ്. സംഭവത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സംഘപരിവാറുമായി തുറന്ന സഖ്യത്തിന് UDF ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ. കോലീബി സഖ്യം ജനം മറന്നിട്ടില്ലെന്നും നേമത്ത് BJP ജയിച്ചത് കോൺഗ്രസ് വോട്ട് കൊണ്ടാണെന്നും 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം LDF കാട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരു വർഗീയ ശക്തികളുമായി സഖ്യത്തിനില്ലെന്നും CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. UGC കരട് ചട്ടങ്ങൾക്കെതിരെയും മുൻ ഗവർണർക്കെതിരെയും വിമർശനവുമായി രംഗത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ മറുപടിയുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചുമതല ഗവർണർക്കാണെന്നും ഇതിൽ 2 അഭിപ്രായത്തിന്റെ കാര്യമില്ലെന്നും അർലേക്കർ പറഞ്ഞു. BP അങ്ങാടി വലിയ നേർച്ചയുടെ സമാപന ദിവസത്തിൽ ഇടഞ്ഞ ആന തുമ്പിക്കൈയിൽ തൂക്കിയെറിഞ്ഞതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നയാൾ മരിച്ചു. തിരൂർ ഏഴൂർ സ്വദേശിയും പാചകക്കാരനുമായ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. ലീഗ് പ്രവർത്തകനായിരുന്ന കൊല്ലപ്പെട്ട ഒതായി മനാഫിന്റെ കുടുംബം PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനെതിരെ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് കത്ത് നൽകി. തങ്ങളെ നേരിട്ട് കണ്ടാണ് കുടുംബാംഗങ്ങൾ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് കൈമാറിയത്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്ക് എതിരെ നിൽക്കുന്ന ആളാണ് അൻവറെന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നു.
മദ്യനിരോധനമല്ല മദ്യവർജനമാണ് പാർട്ടി നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി മദ്യപിച്ച് നാലുകാലിൽ വരാൻ പാടില്ലെന്നും മദ്യപാനശീലമുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചായിക്കോ എന്നും വാർത്താസമ്മേളനത്തിൽ ബിനോയ് വിശ്വം വിശദീകരിച്ചു. റൺവേ നവീകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസ് പുനഃക്രമീകരിക്കും. റൺവേയുടെ റീകാർപ്പറ്റിംഗ് അടക്കമുള്ള നവീകരണ പദ്ധതി ജനുവരി 14 മുതൽ തുടങ്ങുന്നത് കണക്കിലെടുത്ത് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ റൺവേ അടച്ചിടും. ഈ സമയത്തുള്ള വിമാന സർവീസുകളുടെ സമയമാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. മകരവിളക്കിനൊരുങ്ങി ശബരിമല. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തിരക്ക് മുന്നിൽ കണ്ട് തീർത്ഥാടകർക്കായി ഇത്തവണ കൂടുതൽ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 14 ചൊവ്വാഴ്ചയാണ് മകരവിളക്ക്. നാളെ മുതൽ കാനനപാത വഴി സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണിത്. പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർ ഭക്ഷണം പാകം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ഹരിപ്പാട് തുടക്കം. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുക്കും. 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 15 ഏരിയകളിൽ നിന്നായി 407 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജികുമാറിനെയും ഭാര്യയെയും കാണാനില്ലെന്ന പരാതി. കുടുംബം നടക്കാവ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത ശേഷം ഡ്രൈവർ രജിത്തും ഭാര്യ തുഷാരയും വീട്ടിൽ തിരിച്ചെത്തിയില്ലെന്ന് തുഷാരയുടെ സഹോദരൻ സുമൽജിത്ത്. സഹോദരിയെയും ഭർത്താവിനെയും ക്രൈംബ്രാഞ്ച് മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും സുമൽജിത്ത് ആരോപിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയായി ക്രൈംബ്രാഞ്ച് ഇവരെ നിരന്തരം അന്വേഷണത്തിനായി വിളിപ്പിച്ചിരുന്നതായും കുറ്റവാളികളോട് എന്ന പോലെയാണ് പെരുമാറിയിരുന്നത് എന്നും രജിത്തിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ കാലാവധി 120 ദിവസം കൂടി നീട്ടി സർക്കാർ. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. N പ്രശാന്ത് മറുപടി നൽകാത്തത് ഗുരുതര ചട്ടലംഘനമാണെന്നാണ് റിവ്യൂ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവും ഒളിവിൽ. ഷുഹൈബിന്റെ കൊടുവള്ളിയിലെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല. കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരുടെ പ്രതിഷേധത്തിനിടെ സംഘർഷം. വിശ്വാസികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെയിന്റ് തോമസ് മൗണ്ടിൽ സിനഡ് സമ്മേളനം നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപത പക്ഷത്തെ വൈദികർ ബിഷപ്പ് ഹൗസ് കയ്യേറി പ്രാർത്ഥനായജ്ഞം തുടങ്ങിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിശ്വാസികൾ തമ്മിലുള്ള സംഘർഷവും അരങ്ങേറിയത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സ്വവർഗ വിവാഹത്തിന് നിയമാനുമതി നൽകാനാവില്ലെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസുമാരായ BR ഗവായ്, സൂര്യകാന്ത്, BV നാഗരത്ന, PS നരസിംഹ, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഒരു കൂട്ടം പുനഃപരിശോധനാ ഹർജികൾ ചേംബറിൽ പരിശോധിച്ച് തള്ളിയത്. പരോപകാരമെന്ന നിലയിലാണ് അവയവദാനം ചെയ്യുന്നതെന്ന് ദാതാവ് ഉറപ്പിച്ചു പറയുമ്പോൾ വ്യക്തമായ കാരണമില്ലാതെ അപേക്ഷ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. ബന്ധുക്കളല്ലാത്തവരും അവയവദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമാണ് ഉണ്ടാകേണ്ടതെന്നും ഇക്കാര്യത്തിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള തീരുമാനമാണ് വേണ്ടതെന്നും ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള മാലിന്യം തമിഴ്നാട്ടിൽ തള്ളാൻ ശ്രമിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കന്യാകുമാരി SP. 2 ദിവസത്തിനിടെ 4 മലയാളികളടക്കം 9 പേർ ഹോട്ടൽ മാലിന്യം കയറ്റിവന്ന ലോറിയുമായി അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. തിരുനെൽവേലിക്ക് പകരം കന്യാകുമാരിയിൽ മാലിന്യം തള്ളാനാണ് ഇപ്പോൾ ശ്രമമെന്ന് SP R സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. ബീഫ് വിൽക്കുന്നതിനെതിരെ കോയമ്പത്തൂർ ഉദയംപാളത്തെ തട്ടുകടയിലെത്തി BJP നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. കട നടത്തുന്ന ആബിദയെയും ഭർത്താവ് രവിയെയും പ്രദേശത്തെ BJP നേതാവ് സുബ്രഹ്മണി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. സ്കൂളും ക്ഷേത്രവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ബീഫ് വിൽക്കാനാകില്ലെന്നാണ് ഭീഷണിപ്പെടുത്തിയതെന്നാണ് ആരോപണം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ 6 നക്സലുകളെ ബാംഗ്ലൂരുവിലെ NIA പ്രത്യേക കോടതി ജനുവരി 30 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മടിവാളയിലെ ടെക്നിക്കൽ സെല്ലിൽ ചിക്കമംഗളൂരു പോലീസിന് മുമ്പാകെ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിക്ടോറിയ ആശുപത്രിയിൽ പതിവ് വൈദ്യപരിശോധനയ്ക്ക് വിധേയരായി. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇനി സിനിമയും എടുക്കാം.
മുംബൈ അഹമ്മദാബാദ് വന്ദേ ഭാരതിൽ പരസ്യചിത്രം ചിത്രീകരിക്കാൻ പശ്ചിമ റെയിൽവേ അനുമതി നൽകി. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ബുധനാഴ്ച ഒരു ദിവസത്തെ ചിത്രീകരണത്തിന് 21 ലക്ഷം രൂപ റെയിൽവേക്ക് ലഭിച്ചു. അന്തരീക്ഷ മലിനീകരണവും മൂടൽമഞ്ഞും കാരണം പൊറുതിമുട്ടി രാജ്യതലസ്ഥാനം. ഇന്ന് രാവിലെ 5:30 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഡൽഹിയിലെ അന്തരീക്ഷ താപനില. ഉത്തർപ്രദേശിലെ ബറേലിയിൽ മോഷ്ടിക്കപ്പെട്ട ട്രാൻസ്ഫോമറിന് പകരം പുതിയ ട്രാൻസ്ഫോമർ എത്തി. ഡിസംബർ 14 ട്രാൻസ്ഫോമർ മോഷ്ടിക്കപ്പെട്ടത്. വൈദ്യുതിയില്ലാതെ 25 ദിവസത്തോളം കൊടും തണുപ്പിൽ കഴിഞ്ഞ സൊറഹ ഗ്രാമത്തിന്റെ ദുരവസ്ഥ മാധ്യമങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് പുതിയ ട്രാൻസ്ഫോമർ എത്തിക്കാൻ അധികൃതർ തയ്യാറായത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അവിഭക്ത ഇന്ത്യ സെമിനാറിലേക്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെയും ക്ഷണിച്ച് ഇന്ത്യ. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടാതെ ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, മാലിദ്വീപ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളെയും ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ പടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനാകാതെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗികമായി 7 പേരുടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും യഥാർത്ഥ മരണം ഇതിലും എത്രയോ ആണെന്നാണ് അധികൃതരുടെ വിശദീകരണം. 10,000-കണക്കിന് ആളുകളെയാണ് തീപിടുത്തം ബാധിച്ചിട്ടുള്ളത്. 7,500-ലേറെ അഗ്നിരക്ഷാ പ്രവർത്തകർ തീകെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ്. കാലിഫോർണിയയിലും പരിസരങ്ങളിലും നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ലോസ് ആഞ്ചലസിലെത്തിയിട്ടുണ്ട്. വരണ്ട കാറ്റാണ് തീകെടുത്തൽ പ്രയാസമാക്കുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.